നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് അടച്ചിട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റിന് കീഴിലെ വെൽഫെയർ സഹകരണ സംഘം ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ നിക്ഷേപകരിൽ നിന്ന് പരാതികൾ ലഭിച്ച ആഴ്ചകൾ പിന്നിട്ട ശേഷം. ജനാധിപത്യത്തിന് മുന്നിൽ ഏത് ഭരണാധികാരിക്കും മുട്ടുമടക്കേണ്ടി വരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി സമരവിജയമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ MLA. നാദാപുരത്തെ സോഷ്യലിസ്റ്റ് നേതാവ് N കുഞ്ഞിരാമൻ മാസ്റ്ററുടെ 16ാം ജന്മവാർഷികം ആചരിച്ചു. അവാർഡുകളും അംഗീകാരങ്ങളും ഒരു കലാകാരന് വലിയ പ്രോത്സാഹനമാണെങ്കിലും ആരാധകരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായും നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരമെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. നടൻ ഇന്ദ്രൻസ് രചിച്ച ഇന്ദ്രധനുസ് പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ വലയിൽ. കൈക്കൂലി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാൻ. വിശദമായ വാർത്തകളിലേക്ക്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് അടച്ചിട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന വെൽഫെയർ സഹകരണ സംഘം ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി. തലശ്ശേരി SI K അശ്വതിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് OV റോഡിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തിയത്. നിക്ഷേപകരിൽ നിന്ന് പരാതികൾ ലഭിച്ച് ആഴ്ചകൾ പിന്നിട്ട ശേഷമാണ് പോലീസ് പരിശോധന നടത്തിയത്. പോലീസ് എത്തും മുമ്പ് ഓഫീസിലുണ്ടായിരുന്ന പണവും നിർണായക രേഖകളും അപ്രത്യക്ഷമായതായി അന്വേഷണത്തിൽ വ്യക്തമായി. പണവും രേഖകളും സൂക്ഷിച്ചിരുന്നതായി കരുതുന്ന ലോക്കർ തുറന്നിട്ട നിലയിലായിരുന്നു. മുറിക്കുള്ളിൽ ഫയലുകളും രേഖകളും വലിച്ചെറിഞ്ഞ നിലയിലും കണ്ടെത്തി. ഓഫീസിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു. ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്ന ഹാർഡ് ഡിസ്കും കാണാതായതോടെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ചതിലൂടെ നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന സംഘം സെക്രട്ടറി പിണറായി പാടനക്കര സ്വദേശി KC ജോജിഷ് ജൂൺ 26 മുതൽ ഒളിവിലായിരുന്നു. ഇയാളെ അടുത്തിടെ രാമേശ്വരത്ത് നിന്ന് തലശ്ശേരി പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഒന്നും ഓർമ്മയില്ല എന്നായിരുന്നു ജോജിഷിന്റെ മറുപടി. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൈവശം ഒരു ലാപ്ടോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിനായി ജോജിഷിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ തലശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ കസ്റ്റഡിയിലിരിക്കെ രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതിനാൽ തെളിവെടുപ്പ് നടത്താനായില്ല. ഇതിനെ തുടർന്നാണ് പ്രതിയില്ലാതെ പോലീസ് ഓഫീസിൽ പരിശോധന നടത്തിയത്. റെയ്ഡിൽ ഒരു പഴയ ലാപ്ടോപ്പ്, ബോണ്ട് പേപ്പറുകൾ, ലെഡ്ജറുകൾ, ഏതാനും ഫയലുകൾ, രസീത് പുസ്തകങ്ങൾ എന്നിവ മാത്രമാണ് പോലീസ് കണ്ടെത്തിയത്. സ്ഥാപനത്തിൽ ഏകദേശം 4.5 കോടിയോളം നിക്ഷേപ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സൂചന. 10-ലധികം നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ 6 പരാതികളിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം നിക്ഷേപ തട്ടിപ്പുമായി സംഘടനയ്ക്ക് ബന്ധമില്ലെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെ വിശദീകരണം. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തത് സെക്രട്ടറി ജോജിഷ് മാത്രമാണെന്നാണ് അവരുടെ നിലപാട്. സഹകരണ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ 2020 മുതൽ ഓഡിറ്റ് നടന്നിട്ടില്ലെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. 6 വർഷമായി ഓഡിറ്റിംഗ് നടക്കാതിരുന്നത് എങ്ങനെയെന്ന കാര്യവും അന്വേഷണ വിധേയമാക്കണമെന്ന് നിക്ഷേപകരും ആവശ്യപ്പെട്ടു. നിർണായക രേഖകളും CCTV ഹാർഡ് ഡിസ്കും കാണാതായ സാഹചര്യത്തിൽ തെളിവ് നശിപ്പിച്ചതടക്കമുള്ള സാധ്യതകളും പോലീസ് പരിശോധിച്ച് വരികയാണ്. ജനാധിപത്യത്തിന് മുന്നിൽ ഏത് ഭരണാധികാരിക്കും മുട്ടുമടക്കേണ്ടി വരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി സമര വിജയമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ MLA. നാദാപുരത്തെ സോഷ്യലിസ്റ്റ് നേതാവ് M കുഞ്ഞിരാമൻ മാസ്റ്ററുടെ 16ാം ചരമവാർഷികാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. RJD നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി യുവജന സമൂഹമാണ് രാജ്യത്ത് ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടങ്ങൾക്ക് എന്നും നേതൃത്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ജനാധിപത്യ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നുവെന്നും
സോഷ്യലിസ്റ്റ് ഐക്യത്തിലൂടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം വിശ്വസിച്ച പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ അടിത്തറവാക്കിക്കൊണ്ട് അതിന് ഏതെല്ലാം മേഖലയിൽ വിപുലീകരിക്കാൻ സാധിക്കും ആ വിപുലീകരണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നിഷ്കളങ്കമായ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിരുന്നു. ഇന്ന് പാർട്ടിയിൽ പുതിയ തലമുറകളും മറ്റും പഠിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിരാം മാഷോട് പഠിക്കേണ്ടത്. അദ്ദേഹം ഒരിക്കലും ദ്വിമുഖ പ്രതിഭയായിരുന്നില്ല. മനസ്സിലൊന്നും പുറത്തൊന്നും കാണിക്കുന്ന ഇതായില്ല. രണ്ടും ഒരേപോലെയായിരുന്നു. തുറന്ന മനസ്സുമായിരുന്നു. പുറമെയും തുറന്ന സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം. നമ്മൾ ഉള്ളിൽ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം പുറത്തും കാണിച്ചുകൊണ്ട് നമ്മുടെ സഖാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ക്ഷേമകാര്യങ്ങളായും അവരുടെ സുഖത്തിലായാലും ദുഃഖത്തിലായാലും നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാരും സഖാക്കളും ഒരുമിച്ചിട്ട് ഒരു കുടുംബത്തോടെ സോഷ്യലിസ്റ്റ് കുടുംബത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ. RJD നാദാപുരം മണ്ഡലം പ്രസിഡന്റ് വത്സരാജ് മണലാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ EK സജിത് കുമാർ, MK മൊയ്തു, PM നാണു, മണ്ഡലം ഭാരവാഹികളായ KV നാസർ, VK പവിത്രൻ, M ബാലരാജ്, മഹിളാ ജനത മണ്ഡലം പ്രസിഡന്റ് ശ്രീജ പാലപ്പറമ്പത്ത്, RYJD മണ്ഡലം പ്രസിഡന്റ് അമൽ കോമത്ത് എന്നിവർ സംസാരിച്ചു. രാമകൃഷ്ണൻ പവിത്രൻ തിരുത്തി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി പാലട അവാർഡുകളും അംഗീകാരങ്ങളും ഒരു കലാകാരൻ എന്ന നിലയിൽ വലിയ പ്രോത്സാഹനമാണെങ്കിലും ആരാധകരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായി നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരമെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. നടൻ ഇന്ദ്രൻസ് രചിച്ച ഇന്ദ്രധനുസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു M മുകുന്ദൻ. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ ചേർന്ന ചടങ്ങിൽ സാഹിത്യകാരൻ M മുകുന്ദൻ ഇന്ദ്രധനുസ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ ഏറ്റുവാങ്ങി. സാക്ഷിയാകുന്ന ഇന്ദ്രൻ ചേട്ടനോടൊപ്പം അദ്ദേഹത്തെ സ്നേഹിച്ച് ഒപ്പം നിന്ന നമ്മൾ ഓരോരുത്തരും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രതിനിധികളാണ്. എല്ലാവർക്കും ഈ ഒരു നിമിഷം ഇത് ലോകത്തിന്റെ പല മാത്രമുള്ള അവരുടെ സ്വകാര്യ നിമിഷങ്ങളായിട്ട് ഇത്രയും സന്തോഷത്തോടെ മറ്റൊരു പുസ്തകം അടുത്തൊന്നും ഞാൻ പ്രകാശനം ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഒരു വിഷമമുള്ളത് എനിക്ക് 2 കൈകളേ ഉള്ളൂ. ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് 100 കൈകൾ കൊണ്ടാണ്. അത്രയും വലിയ ഒരു പുസ്തകമാണ്. 100 കൈകൾ ഇല്ലാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിക്കുന്നതാണ് നല്ലത്. ഞാൻ സത്യത്തിൽ 2 പ്രാവശ്യം വായിച്ചു. ഒന്ന് ആക്ഷേപത്തിൽ തുടർച്ചയായി വരുമ്പോൾ പക്ഷെ അത് ഇടയ്ക്കൊക്കെ വിട്ടുപോയിരുന്നു. അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. പിന്നീട് ഞാൻ പുസ്തകം മുഴുവൻ വായിച്ചു. ഈ പുസ്തകം എല്ലാവരെയും എനിക്ക് പരിചയമാണ്. അത് ഞാൻ പറഞ്ഞു, വിജയനെ കണ്ടപ്പോൾ ആരും പരിചയപ്പെടുത്താൻ ആവശ്യം വന്നില്ല. വിജയനെ എനിക്കറിയാം ഈ പുസ്തകത്തിലൂടെ. വിജയന്റെ ഒരു നടനായാലും എഴുത്തുകാരനായാലും ആരാധകരുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നതാണ് ഏത് അവാർഡിനേക്കാളും വലിയ അംഗീകാരമെന്ന് M മുകുന്ദൻ പറഞ്ഞു. ഇനിയും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇന്ദ്രൻസിന്റെ ജീവിതം പകുതിയായിട്ടാണ് പറയാം. ഇതിൽ അവസാനിക്കുന്നത് വലിയൊരു നടൻ ആകുന്നിടത്താണ്. ശരിയൊരു ഇതാണ് 2ാം ഭാഗം. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കറിയില്ല. 2ാം ഭാഗം വരും. അപ്പോഴേക്ക് ഇന്ദ്രൻസിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. വലിയ പുരസ്കാരം ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ നടന് പുരസ്കാരങ്ങളുടെ ആവശ്യമില്ല. കാരണം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാനുള്ളതാണ്. നടന്റെ മാത്രമല്ല എഴുത്തുകാരുടെ ഒക്കെ ആഗ്രഹമുള്ളതാണ്. പുരസ്കാരങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഒരിടം ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇടം ലഭിച്ചിട്ടുള്ള ഒരു വലിയ നടനാണ് ഇന്ദ്രൻസ്. എനിക്കിപ്പോൾ ഈ പുസ്തകം വായിച്ച ശേഷം എനിക്ക് ഇന്ദ്രൻസ് എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. എനിക്ക് സുരേന്ദ്രൻ എന്ന് വിളിക്കണം തോന്നുന്നു. എപ്പോഴും ഞാൻ എങ്ങനെ വിളിക്കുള്ളൂ സുരേന്ദ്രൻ. സൃഷ്ടികൾ മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുകയും കാലത്തെ അതിജീവിച്ച് വായനക്കാരുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ്
യഥാർത്ഥ നേട്ടമെന്നും എം മുകുന്ദൻ പറഞ്ഞു. സംവിധായിക വർഷ വാസുദേവ് ആശംസാ പ്രസംഗം നടത്തി. സാംസ്കാരിക സാഹിത്യരംഗത്തെ നിരവധി പ്രമുഖർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. സിനിമയും സാഹിത്യവും ജീവിതാനുഭവങ്ങളും സമന്വയിപ്പിക്കുന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഇന്ദ്രധനുസ്. ശ്രദ്ധേയമായ വായനാനുഭവം സമ്മാനിക്കുന്ന കൃതിയായാണ് ഇന്ദ്രധനുസ് വിലയിരുത്തപ്പെട്ടത്. വലിയ ചെറുപ്രായത്തിൽ സ്വപ്നം കാണാൻ നെടുമ്പള്ളിക്ക് ഇട്ടു തന്ന വലിയ എഴുത്തുകാരൻ മുകുന്ദൻ സാറ് പല പ്രാവശ്യവും ഒന്ന് കാണണമെന്നോ അടുത്ത് ഒന്ന് തുടരണമെന്നൊക്കെ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുള്ള ആളിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഈ ഇരുന്നത്. അതുപോലെ സുഭാഷ് ചന്ദ്ര സാറ് മനുഷ്യരുടെ ആമുഖം എന്ന പുസ്തകം വായിക്കുന്നതിന് മുമ്പേ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ കവറാണ്. ജനനവും മരണവും അനുഭവിപ്പിക്കുന്ന വല്ലാത്തൊരു കവർ. ഒരുപാട് കാലം അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ വലയിലായി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാൻ പരാതിക്കാരിൽ നിന്ന് ആദ്യ ഗഡുവായി 15,000 രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. 10 മാസമായി ഫയൽ മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. എടക്കാട് സോണലിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ താഴച്ചവ സ്വദേശി പി മുഹമ്മദ് അസ്ലമാണ് പിടിയിലായത്. വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാനായി പരാതിക്കാരിൽ നിന്നും 15,000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. ഇയാൾക്കെതിരെ നേരത്തെയും വിജിലൻസിന് പരാതി ലഭിച്ചിരുന്നതിനാൽ എഞ്ചിനീയർ വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, പി എ ബിനുമോഹൻ, എസ് ഐമാരായ രാധാകൃഷ്ണൻ, പി പി നിജേഷ്, ആർ പ്രവീൺ, കെ രാജേഷ്, ഇ വി ജയശ്രീ, എ എസ് ഐമാരായ കെ എം സജിത്ത്, ഇ കെ രാജേഷ്, എസ് സി പി ഒമാരായ സുകേഷ് കുമാർ, ഷിഞ്ചു, ബിജിൻ, ഹൈറേഷ്, അജേഷ് എന്നിവരും വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്നു. ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ച് കർഷക സംഘം തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെയും സമരവിജയത്തെയും സ്വാഗതം ചെയ്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനവും നടന്നു. ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് കർഷക സംഘം തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കിയത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെയും സമരവിജയത്തെയും സ്വാഗതം ചെയ്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനവും നടന്നു. കർഷകരെ ദുരിതത്തിലാഴ്ത്തുന്ന ഇന്തോ അമേരിക്കൻ വ്യാപാര കരാർ പിൻവലിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പൊതുയോഗം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം MC പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ വലിയ തോതിൽ സാമ്പത്തികമായി തകർക്കപ്പെടാനും ഉപജീവനത്തിനു വേണ്ടി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാരെ അതിൽ നിന്ന് പുറകോട്ടടിപ്പിക്കാനും വഴിയാക്കുന്നു. ഏറ്റവും വലിയ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു കരാറിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. 2025 ഏപ്രിൽ മാസം 21-ാം തീയതി ഇത്തരത്തിലൊരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് ഇന്ത്യയിലെ ഭരണാധികാരികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. അന്നത്തെ ദിവസം രാജ്യമാകെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇതുപോലെ വലിയ പ്രതിഷേധം JD വാൻസ് ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി PP സനിൽ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് കാരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. കർഷക സംഘം
കർഷക തൊഴിലാളി യൂണിയൻ, CITU, DYFI എന്നീ സംഘടനകളുടെ സംയുക്ത നേതൃത്വത്തിൽ അഭിവാദ്യ പ്രകടനവും നടത്തി. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി A. വാസു, CITU ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ, DYFI തലശ്ശേരി ഏരിയ സെക്രട്ടറി PV സച്ചിൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം അലീഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് കൂടുതൽ ആധുനികവും സൗഹൃദപരവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒളവിലം വണ്ണത്താൻകണ്ടി MLP സ്കൂളിൽ പുതിയ അക്കാദമിക് ബ്ലോക്കും ഡിജിറ്റൽ ക്ലാസ് റൂമും കിഡ്സ് പാർക്കും നാടിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി VK ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒളവിലം വണ്ണത്താൻകണ്ടി MLP സ്കൂൾ ഉമ്മർ ഹാജി മെമ്മോറിയൽ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക വിദ്യാലയങ്ങൾ നല്ല ഭൗതിക സാഹചര്യങ്ങളാൽ സമ്പന്നമായിരിക്കണം എന്നുള്ളത് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നയമാണ്. അതുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിലും മറ്റൊക്കെ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതികൾക്ക് സ്കൂളുകൾക്ക് പല വിധത്തിലുള്ള രീതിയിൽ ഫണ്ട് വെക്കാൻ സാധിക്കും. നമ്മുടെ MLAമാർ സ്കൂളുകൾക്ക് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ വെക്കാറുണ്ട്, MP-മാർ വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ താല്പര്യം ഇതാണ്. നമ്മുടെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ എല്ലാ അർത്ഥത്തിലും നല്ല സൗകര്യങ്ങളുള്ള ആധുനിക സംവിധാനങ്ങളിൽ വിദ്യ അഭ്യസിക്കാൻ പര്യാപ്തമായ സ്കൂളുകളായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരു പൊതുവിഷയമായി ഇത് ഏറ്റെടുത്ത് എല്ലാവരെയും ഇതിൽ പങ്കാളിയാക്കി ഇന്ന് നിങ്ങൾ നല്ല നിലവാരത്തിൽ ഈ സ്കൂൾ പുനരുദ്ധാരണം ചെയ്ത് പുതിയ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുക. ചടങ്ങിൻ്റെ വിവിധ സെഷനുകളിൽ ഓൺലൈനായി ഷാഫി പറമ്പിൽ MP-യും കാരായ രാജൻ MLA-യും ചേർന്നു. സ്കൂളിന് ആവശ്യമായ കമ്പ്യൂട്ടർ ലാബ് അനുവദിക്കുമെന്ന് ഷാഫി പറമ്പിൽ MP ഓൺലൈനായി അറിയിച്ചു. കിഡ്സ് പാർക്ക് ഉദ്ഘാടനം സ്കൂൾ മാനേജർ P. മൊയ്ത് ഹാജി നിർവഹിച്ചു. പ്രശസ്ത ആർട്ടിസ്റ്റ് സൈനുൽ ആബിദ് വേദിക്കരികിൽ ചിത്രം വരച്ചുകൊണ്ട് ഡിജിറ്റൽ ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ചടങ്ങിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിഫ്താഹ്, അഡ്വക്കേറ്റ് ഷുഹൈബ് തങ്ങൾ, K. നജീർ, ആരതി ടീച്ചർ, KTK പ്രദീപൻ, M. സുലൈമാൻ മാസ്റ്റർ, ഗീത ടീച്ചർ, ഷറഫുദ്ദീൻ മാസ്റ്റർ, ജലീലിയോ, VK ഖാലിദ്, K. നസീർ, KP ഖാദർ, TT ഉമ്മർ ഫാറൂഖ്, CV മുസ്തഫ ഹാജി, റിജിന, സമീർ നിസാമി, നിജീര ടീച്ചർ തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ CM ഫാറൂഖ് സ്വാഗതവും CK അർബാസ് നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. 25 വർഷത്തെ വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചറിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ കതിരൂരിലും. ഏറ്റവും നവീനവും വിസ്മയിപ്പിക്കുന്നതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തതും കൂടാതെ ഇന്ത്യയിലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞതുമായ ഫർണിച്ചറുകളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവോടുകൂടി സ്വന്തമാക്കാം. പോപ്പുലർ ഫർണിച്ചർ, 4 മൈൽ, കതിരൂർ. ഓൾസോ അറ്റ്
കൂനമുക്ക്, അഞ്ചരക്കണ്ടി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂരോട് സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699, 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. കാർഗിൽ യുദ്ധവിജയത്തിന്റെ 27ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിമുക്ത ഭടന്മാരുടെ സംഘടനയായ തലശ്ശേരി സിഗ്നലേഴ്സ് 3 ദിവസങ്ങളിലായി നടത്തിയ കാർഗിൽ വിജയാഘോഷം സമാപിച്ചു. വിദ്യാർത്ഥികൾക്കായി കാർഗിൽ വിഷയത്തിൽ പ്രസംഗ മത്സരവും നടത്തി. പാലയാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സമാപനത്തിന്റെ ഉദ്ഘാടനം റിട്ടയേർഡ് മേജർ ജനറൽ T. പത്മിനി സേനാ മെഡൽ നിർവഹിച്ചു. അവിടെ ജോലി ചെയ്യായിരുന്നു. ആ സമയത്താണ് കാർഗിൽ യുദ്ധം നടക്കാൻ തുടങ്ങിയത്. അപ്പൊ അവിടെയുള്ള എല്ലാ പട്ടാളക്കാരെയും അവരെ യുദ്ധത്തിനായിട്ട് യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവരുടെ ഫാമിലീസ് മാത്രമാണ് ആ സ്ഥലത്തുള്ളത്. അപ്പൊ അവരെ മുഖാക്കം ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഞങ്ങൾക്കൊക്കെ തന്നത്. അതായത് ഹോസ്പിറ്റലുകാർക്ക്
അവരുടെ കുട്ടികളുടെ അച്ഛനില്ലാതെ അല്ലെങ്കിൽ ഭാര്യയുടെ ഭർത്താവില്ലാതെ അവർ ഒറ്റയ്ക്ക് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിഗ്നലേഴ്സ് തലശ്ശേരി പ്രസിഡന്റ് KS ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK രാമകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ TKD മുഴപ്പിലങ്ങാട്, പ്രധാനാധ്യാപിക VP ലയ എന്നിവർ സംസാരിച്ചു. പ്രമോദ് മേലൂർ ദേശഭക്തി ഗാനം ആലപിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് CA ജയരാജൻ സ്വാഗതവും N ദിനേശൻ നന്ദിയും പറഞ്ഞു. പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും വിശിഷ്ട വ്യക്തികൾ നിർവഹിച്ചു. വന്ദേ മാതരവും ചടങ്ങിൽ ആലപിച്ചു. പ്രകൃതിയെ അടുത്തറിഞ്ഞും ജൈവ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയും പ്രകൃതി സംരക്ഷണ ദിനം ആചരിച്ച് കുന്നോത്തുപറമ്പ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രശസ്ത കർഷകനും വൈദ്യനുമായ NK പ്രേമചന്ദ്രന്റെ ജൈവ കൃഷിയിടവും ഔഷധത്തോട്ടവും സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ ഔഷധ സസ്യങ്ങളെയും പ്രകൃതി സൗഹൃദ കൃഷിരീതികളെയും നേരിൽ പരിചയപ്പെട്ടത് വേറിട്ട അനുഭവമായി. പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചാണ് കുന്നോത്തുപറമ്പ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി പ്രശസ്ത കർഷകനും വൈദ്യരുമായ NK പ്രേമചന്ദ്രൻ്റെ ജൈവ കൃഷിയിടവും ഔഷധത്തോട്ടവും വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശിച്ചു. വിവിധ ഇനം ഔഷധ സസ്യങ്ങളും 10ഓളം ഇനം തുളസികളും ഉൾപ്പെട്ട ഔഷധത്തോട്ടം വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. കാസർഗോഡ് കുള്ളൻ പശു, കോഴി, ആട് എന്നിവയെ ഉൾപ്പെടുത്തി നടത്തുന്ന ജൈവ കൃഷിരീതികളും കർഷകനായ K പ്രേമചന്ദ്രൻ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, മരങ്ങളെ നട്ട് വളർത്തുക, വെള്ളം സംരക്ഷിക്കുക, പരിസര മലിനീകരണം ഇതെല്ലാം ചെയ്താൽ ഒരു ദിവസം കൊണ്ട് കഴിയുന്ന കാര്യമില്ല, ദിവസം ചെയ്യേണ്ട ഒരു കാര്യം. പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക, അല്ല നിർമ്മാർജ്ജനം ചെയ്യുക, ജലത്തെ സംരക്ഷിക്കുക, വൃക്ഷങ്ങൾ നട്ട് വളർത്തുക. ഇത്രയും ചെയ്താലും പ്രകൃതി സംരക്ഷണം. വിദ്യാർത്ഥികളുടെ കർഷക സംബന്ധമായ പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. ഭാര്യ ഇന്ദിര വിദ്യാർത്ഥികൾക്ക് കർക്കടക കഞ്ഞി നൽകുകയും ചെയ്തു. സ്കൂൾ മാനേജർ പത്മിനി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക K ശിശിര, നവ്യ P കുമാർ, റിനീഷ്, അദ്വൈത്, അക്ഷയ, സ്കൂൾ ലീഡർ യാദിൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം. ഗ്രാമത്തിലെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങളെ ഒരൊറ്റ യാത്രാപാതയിൽ ബന്ധിപ്പിച്ച് KSRTCയുടെ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഒരു ബസിന്റെ സർവീസിനപ്പുറം സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കുള്ള സൗകര്യത്തിന്റെ പുതിയ വഴിയാണ് ഗ്രാമവണ്ടിയെന്ന് നാട്ടുകാർ പറയുന്നു. KSRTC ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചപ്പോൾ ഒരു നാടിൻ്റെ പ്രതീക്ഷകളാണ് യാഥാർത്ഥ്യമായത്. ഫാമിലി ഹെൽത്ത് സെൻറ്റർ, ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി തുടങ്ങിയ ആരോഗ്യ സേവനങ്ങളുടെ ഈ ശൃംഖലയെ ജനങ്ങളുടെ വീടുകളുമായി ബന്ധിപ്പിക്കുന്ന പാലമായാണ് ഗ്രാമവണ്ടിയുടെ വരവ്. പഞ്ചായത്തുകളിൽ പൊതുഗതാഗത സൗകര്യം ശക്തിപ്പെടുത്തുകയെന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരമാണ് KSRTC ഗ്രാമവണ്ടി അനുവദിച്ചത്. കണ്ണൂർ ജില്ലയിലെ രണ്ടാമത്തെയും തലശ്ശേരി KSRTC ഡിപ്പോയുടെ ചരിത്രത്തിലെ ആദ്യത്തെയും ഗ്രാമവണ്ടിയാണ് ഇനി ഈ ഗ്രാമത്തിൻ്റെ വഴികളിലൂടെ സർവീസ് നടത്തുക. ഗ്രാമവണ്ടി ആദ്യമായി പഞ്ചായത്തിലൂടെ കടന്നുപോയപ്പോൾ അത് വെറുമൊരു ഉദ്ഘാടന ചടങ്ങ് മാത്രമായില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടെ KSRTC ബസ്സിലൂടെ സഞ്ചാരം നടത്തി. ഗ്രാമം മുഴുവൻ ആഘോഷിച്ച ജനകീയ സ്വീകരണമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിലെത്തിയ ഗ്രാമവണ്ടിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ലഭിച്ചത്. ബാൻഡ് മേളത്തിൻ്റെ താളം, മധുരം പങ്കിട്ട മുഖങ്ങൾ, ആകാശത്ത് വിരിഞ്ഞ വർണ്ണപ്പൂക്കളുമായി പടക്കശബ്ദങ്ങൾ, ഓരോ സ്റ്റോപ്പും ഓരോ ഉത്സവവേദിയായി മാറുകയായിരുന്നു. വയോജനങ്ങൾക്കും രോഗികൾക്കും സ്ത്രീകൾക്കും വലിയ ആശ്വാസമാകുന്ന ഈ ഗ്രാമവണ്ടി KSRTCയുടെ പ്രിയദർശിനി ബസ്സാണ് അനുവദിച്ചത്. സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്രയും പദ്ധതിയുടെ പ്രത്യേകതയാണ്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് ഇന്നിവിടെ നിറവേറ്റിയിട്ടുള്ളത്.
നമുക്കറിയാം ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലങ്ങൽ FHCയിലേക്കുള്ള ഒരു യാത്രാ സൗകര്യം എന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സ്ത്രീ സഹോദരിമാരാണ്. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നതും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് തന്നെയായിരിക്കും. പ്രിയദർശിനി സൗജന്യ യാത്ര അതുകൂടി ഇതിൽ കൂടുതൽ ഉപകാരത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാവരും ഈ യാത്രാ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. FHCയിലേക്ക് ബസ് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതോടുകൂടി നമ്മുടെ തൊട്ട് പിറകിൽ കാണുന്ന ഈ ബസ് നിളങ്ങൽ FHCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ദിവസേന 4-5 തവണ ഈ FHCയിലേക്ക് ബസ് വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഗ്രാമീണ ജനതയുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമാകുന്നതിനോടൊപ്പം പൊതുഗതാഗതവും പൊതുജനാരോഗ്യവും കൈകോർക്കുന്ന മാതൃകാ പദ്ധതിയായും കുന്നത്തുപറമ്പിലെ ഈ ഗ്രാമവണ്ടി ശ്രദ്ധ നേടുകയാണ്. ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. കാരണം ഇവിടെ സൂചിപ്പിക്കേണ്ട 4-5 ട്രിപ്പ് ഏത് ട്രിപ്പ് പോയി കഴിഞ്ഞാലും നമ്മുടെ നിളങ്ങളിലൂടെയാണ് ആ ട്രിപ്പ് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരപ്രദമായ പദ്ധതിയാണ്. എന്തായാലും നമുക്ക് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നമ്മളെ ആശാവർക്കർമാർക്കും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചടങ്ങാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ പേഷ്യൻസും വന്നാൽ പറയും നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പം അതിനൊരു പരിഹാരമായിട്ട് ഇങ്ങനെ ഒരു ഗ്രാമവണ്ടി കൊണ്ടുവന്നതിലും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒരു ബസ്സിൻ്റെ വരവ് ഒരു ഗ്രാമത്തിൻ്റെ യാത്രയെ മാത്രമല്ല ജീവിതത്തെയും മാറ്റിമറിക്കുന്ന പുതിയ തുടക്കമാകുമ്പോൾ വികസനത്തിൻ്റെ ആ ചക്രം ഇനി കുന്നത്തുപറമ്പിലൂടെ ഓരോ ദിവസവും പ്രതീക്ഷയുമായി കറങ്ങും. ഇത് തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പ്രൈമറി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ ഫാമിലി ഹെൽത്ത് സെൻ്ററിനെ ആശ്രയിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ വ്യക്തികളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. കാലം വായിച്ചില്ല സൗഹൃദം. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഒത്തുചേർന്ന് മലബാർ ആർട്സ് കോളേജിലെ സഹപാഠികൾ ഓർമ്മകൾ പങ്കുവെച്ച് ആഘോഷ രാവ് തീർത്തു. കണ്ണൂർ മലബാർ ആർട്സ് കോളേജിൽ 1995 മുതൽ 98 വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചുകൂടി. ഓർമ്മകൾ പെയ്യുമ്പോൾ കൂട്ടായ്മയുടെ 5ാം വാർഷികാഘോഷം അഞ്ചിതം എന്ന പേരിലാണ് കണ്ണൂർ ബിനാലെ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ സംഘടിപ്പിച്ചത്. കാലത്തിൻ്റെ ദൂരങ്ങൾ മായ്ച്ച് പഴയ ക്യാമ്പസ് ഓർമ്മകൾ പങ്കുവച്ചും സൗഹൃദ ബന്ധങ്ങൾ പുതുക്കിയും സഹപാഠികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ജയപ്രകാശ്, KP ബിന്ദു, സീമ രാധാകൃഷ്ണൻ, ബിന്ദു എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഷിനോജ് അധ്യക്ഷനായി. സുജേഷ് മഠത്തിൽ, വിനീഷ്, ലീറ, മഷൂദ് സുപ്യാർ, ജോസ ശൈലജ, ഋഷി കെ ബൈജു, ഷജില, ആസാദ് അലവിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത ഗായിക S ജാനകിയുടെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത വിരുന്നും അരങ്ങേറി. ഗാനങ്ങളും നൃത്തപരിപാടികളും പഴയ ക്യാമ്പസ് ദിനങ്ങളുടെ ഓർമ്മകൾ വീണ്ടും സജീവമാക്കി. സംഗീതവും വിനോദ പരിപാടികളും നിറഞ്ഞ സംഗമം സൗഹൃദത്തിൻ്റെ മധുരം വീണ്ടും അനുഭവിച്ച വേദിയായി മാറി.
തലശ്ശേരി മഹാത്മാ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ MP രാധാകൃഷ്ണൻ മാസ്റ്റർക്ക് പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ ഗുരുവന്ദനം സംഘടിപ്പിച്ചു. അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ അപൂർവ മാതൃകയായ ചടങ്ങ് തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ്ബ് ഹാളിലാണ് നടന്നത്. നിരവധി തലമുറകളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ തലശ്ശേരി മഹാത്മാ കോളേജ് മുൻ പ്രിൻസിപ്പളും പ്രഭാഷകനുമായ MP രാധാകൃഷ്ണൻ മാസ്റ്ററെ ആദരിക്കാൻ വേണ്ടിയാണ് പൂർവ്വാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒത്തുകൂടിയത്. പൂർവ്വ വിദ്യാർത്ഥിയായ V. മുകുന്ദൻ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണ മാസ്റ്ററെ അദ്ദേഹം ഉപഹാരം നൽകിയും ഹരി ബാലകൃഷ്ണൻ പൊന്നാട അണിയിച്ചും ആദരിച്ചു. പൂർവ്വാധ്യാപകനായ PCH ശശിധരൻ അധ്യക്ഷനായി. VV രാജൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ കണ്ടോത്ത്, AK അജയൻ, ദിലീപൻ അണ്ടല്ലൂർ, രജന പാട്യം, മഹേഷ് കടമ്പൂർ, രാജലക്ഷ്മി ടീച്ചർ, അജിതകുമാരി ടീച്ചർ, രാജലക്ഷ്മി എരഞ്ഞോളി, കനകവല്ലി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. SI മനോഹരൻ മമ്പറം സ്വാഗതവും മുൻ ഓഫീസ് മാനേജർ P. പത്മനാഭൻ നന്ദിയും പറഞ്ഞു. തങ്ങൾക്ക് അറിവും മൂല്യങ്ങളും ഏറെ പകർന്നു നൽകിയ ഗുരുവിനോടുള്ള ആദരവും സ്നേഹവും വീണ്ടും ഊട്ടിയുറപ്പിച്ച ചടങ്ങായി ഗുരുവന്ദനം ചടങ്ങ് മാറി. എനിക്ക് നിങ്ങളോട് ആദരവ് കാണിക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഇവിടെ രവി സൂചിപ്പിക്കുകയുണ്ടായി മഹാത്മയുടെ തുടക്കത്തെക്കുറിച്ച്. മഹാത്മാ തുടങ്ങിയത് ഒരു തരത്തിലുള്ള ശൂന്യതയിരുന്നായിരുന്നു, ഇല്ലായ്മയിരുന്നായിരുന്നു. ഇല്ലായ്മയെ ഉണ്മയാക്കി മാറ്റിയ ഒരു രാസവിദ്യ മഹാത്മ ഉപയോഗിച്ച് കൈവരിക്കുകയുണ്ടായി. ഇല്ലായ്മ എനിക്ക് പുത്തരിയല്ല. എനിക്ക് ഓർമ്മയുണ്ട് 74 ജൂലൈ തൃശ്ശൂരിൽ പോയപ്പോൾ ഒരു തവണ കയ്യിലുള്ള കാശെല്ലാം തീർന്നു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലെ കുളങ്ങളും ചിറകളും ശുചീകരിച്ചു. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രക്കുളം ഉൾപ്പെടെയാണ് ശുചീകരിച്ചത്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ കുളങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 6-ാം വാർഡിലെ പുതിയടത്ത് കുളം വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു സന്ദേശം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും നമ്മുടെ തോടുകളും കുളങ്ങളുമെല്ലാം തെളിനീരാക്കി മാറ്റുന്നതിനു വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു അവബോധം ജനങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയും സഹായകമാകുന്ന രീതിയിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുൻകൈയെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ ഇന്ന് നടത്തുന്നത്. ഇതിനുശേഷം കതിരൂർ ചിറയിലും അതിനുശേഷം മറ്റ് കുളങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഉക്കാസ്മുട്ട പുതിയടത്ത് കുളത്തിനടുത്ത് നടന്ന പരിപാടിയിൽ വാർഡ് അംഗം KP സജിത്ത് അധ്യക്ഷത വഹിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ചിറക് പ്രകൃതി നിരീക്ഷണ ക്ലബ്ബ്, കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കതിരൂർ ശ്രീ സൂര്യനാരായണ ക്ഷേത്ര ചിറ ഉൾപ്പെടെയാണ് ശുചീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ, വാർഡ് അംഗം CV ധനേഷ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, മുൻ അംഗം TK ഷാജി, വാർഡ് അംഗം ഷാഹിന, സജിത്ത് 4-ാം മൈൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler,
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. മൊകേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരെയും ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ റാങ്ക് നേടിയവരെയുമാണ് അനുമോദിച്ചത്. മൊകേരി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഡോക്ടർ KV ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷമല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ടത്, അതിനെക്കുറിച്ച് മോഹിക്കേണ്ടത്. 9ലോ 10ലോ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു എയറോസ്പേസ് ശാസ്ത്രജ്ഞനാകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അങ്ങനെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആളുകളുടെ ജീവചരിത്ര പുസ്തകങ്ങൾ വായിക്കുകയും അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരെ നേരിട്ട് പോയി കണ്ട് ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ കത്തിച്ചു വെച്ചിരിക്കുന്നതായ ഈ ദീപശിഖ വീണ്ടും ജ്വാജ്വല്യമാനമായി തിളങ്ങി നിൽക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ തരത്തിലുള്ള ഒരു യാത്രക്ക് നിങ്ങൾക്ക് വേഗത കൂടും. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ എന്നുള്ള വയലാറിൻ്റെ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളി തുള്ളി ചാട്ടവാറടിക്കുമ്പോൾ അത്തരത്തിൽ വളരെ ഉത്സാഹപൂർണമായി കുതിരപ്പുറത്തേറി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സർവകലാശാലകളിലെ ബിരുദാനന്തര ബിരുദ പരീക്ഷകളിൽ റാങ്ക് കരസ്ഥമാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ജയപ്രസാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VP റഫീഖ്, TTK പുഷ്പ, N പ്രവീണ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീവത്സൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രീത ചെറുകുളത്ത് സ്വാഗതവും വാർഡ് അംഗം ചന്ദ്രലേഖ നന്ദിയും പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റും PK മലബാർ ഐ കെയർ, മെഡിനോവ പാനൂരും സംയുക്തമായി വ്യാപാരികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മുഹമ്മദ് നച്ചീർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാനൂർ യൂണിറ്റിൻ്റെയും മെഡിനോവ പാനൂർ ലാബിൻ്റെയും PK മലബാർ ഐ കെയറിൻ്റെയും നേതൃത്വത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. പാനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T മുഹമ്മദ് നജീർ ഉദ്ഘാടനം ചെയ്തു. പല രോഗങ്ങളും നമ്മൾ വൈകിയാണ് അറിയുന്നത് എന്നതുകൊണ്ട് നമുക്ക് കൃത്യമായ ചികിത്സ ലഭിക്കാതെ പോകുകയും അതുമായി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ ക്യാമ്പിലൂടെ രോഗങ്ങളെ നേരത്തെ അറിയുകയും അതിനുവേണ്ട ചികിത്സ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന ഈ ഒരു സംരംഭം വളരെ നല്ല ഒരു പ്രവൃത്തിയാണ്. നമുക്കറിയാം,
നമ്മുടെ സാമൂഹ്യ മേഖലയിലും മറ്റും സ്തുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അസ്ലം കെയും അലീക്കയും പോലുള്ളവരാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ PKI കെയറിൻ്റെയും മെഡിനോയുടെയും മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ. അതേപോലെ തന്നെ നമ്മുടെ വ്യാപാരികൾ വിശ്രമമില്ലാതെ സമയബന്ധിതമല്ലാതെ ജോലി ചെയ്ത് നമ്മുടെ ആരോഗ്യം പോലും കൃത്യമായി അവർ ഭക്ഷണ രീതി പോലും കൃത്യമായി നോക്കാൻ സമയമില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അസ്ലം മെഡിനോവ അധ്യക്ഷനായി. നമുക്ക് ഷുഗറും കൊളസ്ട്രോളും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റെടുക്കാനുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എവിടെയും വ്യാപാരികളെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ടേക്കാണ്. എന്നാൽ ഒരാവശ്യത്തിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വ്യാപാരികൾ പല കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മുടെ എയർപോർട്ട് റോഡ്, അതിൻ്റെ പ്രശ്നങ്ങളുമായി പരിഹരിക്കാൻ വേണ്ടി അതിന് മുമ്പിട്ടിറങ്ങിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആളുകളാണ്. അങ്ങനെ നിരവധി മേഖലകളിൽ എല്ലാം വ്യാപാരികളാണ് ഇപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു സൗജന്യ കണ്ണു പരിശോധന നമുക്ക് ആവശ്യമില്ല. അതും സൗജന്യ കണ്ണു പരിശോധന മാത്രമല്ല, ഡോക്ടർ നിർദ്ദേശിക്കുന്ന കണ്ണടയും നമുക്കറിയാം. മലബാർ PKI കെയർ എന്നൊരു പ്രശസ്തമായ സ്ഥാപനം ചെറിയ ഒരു കാലയളവിൽ തന്നെ പാനൂരും തലശ്ശേരിയും മറ്റു പരിസര സ്ഥലങ്ങളിലെല്ലാം ഇന്ന് അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് കണ്ണിൽ. K. മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. KK പുരുഷോത്തമൻ, മുഹമ്മദ് അലി നാനാറത്ത്, ഡോക്ടർ നീത S. കൃഷ്ണ, OT അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യമായി ഡോക്ടർ നേത്രസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും പരിശോധിച്ച് രോഗം നിർണ്ണയിക്കൽ, ഡോക്ടർ സ്കാനിങ്ങിനും കണ്ണടയ്ക്കും നിർദ്ദേശിക്കുന്നവർക്ക് മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കൽ, സൗജന്യമായി ഷുഗർ കൊളസ്ട്രോൾ പരിശോധന, ക്യാബിൽ നിർദ്ദേശിക്കുന്ന മറ്റ് ലബോറട്ടറി പരിശോധനകൾക്ക് 50% ഇളവ് എന്നിവയും ക്യാമ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംഗീത ലോകത്തെ വിസ്മയ ശബ്ദമായ S. ജാനകിയുടെ അനശ്വര ഗാനങ്ങൾ വീണ്ടും പാനൂരിൽ മുഴങ്ങി. പുരോഗമന കലാസാഹിത്യ സംഘം പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച S. ജാനകി അനുസ്മരണ ഗാനാഞ്ജലി സംഗീതാസ്വാദകർക്ക് ഹൃദയസ്പർശിയായ അനുഭവമായി മാറി. പാനൂർ ബസ് സ്റ്റാൻഡിൽ ചേർന്ന അനുസ്മരണ പരിപാടി ചലച്ചിത്ര സംഗീത സംവിധായകൻ AM ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തിന് അതിരുകളില്ലെന്നും S. ജാനകിയുടെ ഗാനങ്ങൾ തലമുറകളെ ഒരേപോലെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മുടെ സിനിമാ സംഗീത അല്ലെങ്കിൽ സിനിമാ ഗാന ആലാപന മേഖലയിലുള്ള ഒരുപാട് പേരും ഇതേപോലെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കാത്തവർ തന്നെയായിരുന്നു. S. ജാനകിയമ്മയെ കൂടാതെ SP ബാലസുബ്രഹ്മണ്യം, മുഹമ്മദ് റാഫി സാബ്, നമ്മുടെ P. ജയചന്ദ്രൻ തുടങ്ങിയ മലയാള ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്തെ അടക്കി വാണിരുന്ന ഒരുപാട് ഗായകരും ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തവരാണ്. പക്ഷേ അവരുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും തികഞ്ഞ സംഗീതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ഇതിൽ ജയേട്ടനുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. S. ജാനകിയെ കണ്ടിട്ടുണ്ട്. S. ജാനകിയുടെ അടുത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ജയപ്രകാശ് പാനൂർ അധ്യക്ഷനായി. ഡോക്ടർ TK അനിൽകുമാർ, ഡോക്ടർ KK രാജാറാം, TTK ശശി, പവിത്ര മുഖേരി, NR സിന്ധു എന്നിവർ സംസാരിച്ചു. MC ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയുടെ ശ്രദ്ധേയ നിമിഷമായി ചിത്രകാരൻ പവി കൊയ്യോട് വേദിയിൽ വെച്ച് തത്സമയം വരച്ച S. ജാനകിയുടെ ഛായാചിത്ര പ്രദർശനവും നടന്നു. S. ജാനകിയുടെ അനശ്വരഗാനങ്ങൾ ആലപിച്ച് കലാകാരന്മാർ സംഗീതാഞ്ജലി അർപ്പിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതികളെ പങ്കെടുപ്പിച്ച് ആത്മീയ കൂട്ടായ്മയും ക്ഷേത്ര സന്ദർശന യാത്രയും സംഘടിപ്പിച്ചു. നാരൗത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഭക്തിയും സൗഹൃദവും ആത്മീയ ഐക്യവും പങ്കുവച്ചുകൊണ്ടായിരുന്നു പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര സന്ദർശന യാത്ര. രാമായണ മാസാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വിവിധ ക്ഷേത്രങ്ങളിലെ മാതൃസമിതി അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്ര സംഘടിപ്പിച്ചത്. കൂറ്റേരി വൈരികാതക ക്ഷേത്രം, കല്ലിക്കണ്ടി ശ്രീക്ഷേത്രം,
തുവക്കുന്ന് ശ്രീകൃഷ്ണ ഭജനമഠം, പൊയിലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, സുതീർത്ഥ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ മാതൃസമിതി അംഗങ്ങൾ യാത്രയിൽ പങ്കാളികളായി. പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും സംഘം സന്ദർശിച്ചു. നാരോത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമാർച്ചനയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ക്ഷേത്ര മാനേജർ അനീഷ് മാണിക്കോത്ത് വിവിധ ക്ഷേത്രങ്ങളിലെത്തിയ പ്രതിനിധികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വത്സല ടീച്ചർ, KTK പ്രീത, K ചന്ദ്രിക, കമല മാണിക്കോത്ത്, പുഷ്പറാണി ടീച്ചർ, ഷൈജ കതിരൂർ, MP രസിത, MK ശോഭ, EK സുമ, K നിമിഷ, TP സവിത, M സുമതി, VP പ്രഭാവതി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആത്മീയതയും കൂട്ടായ്മയുടെ സന്ദേശവും പകർന്ന ക്ഷേത്ര മാതൃസമിതികളുടെ ഈ സംഗമം രാമായണ മാസാചരണത്തിന് ശ്രദ്ധേയമായ ഭക്തിസാന്ദ്ര മുഹൂർത്തമായി മാറി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കാർഷിക ഉപജീവന മേഖല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റും നാട്ടുചന്തയും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ഫെസ്റ്റിൽ പങ്കെടുക്കാനെത്തി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം എന്ന നിലയിൽ നമുക്ക് വളരെ ഗൗരവമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു പ്രവർത്തനമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം പല കർഷകരും പറയുന്നത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകുന്നില്ല എന്നുള്ളതാണ്. ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഇല്ല എന്നുള്ളതാണ്, വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലുള്ള ചന്തകൾ നമ്മൾ ആഴ്ച ചന്ത നമ്മൾ നടത്തുന്നുണ്ട്. എന്നാലും കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് ഓണാവുമ്പോഴേക്ക് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ഈ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കഴിയുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കർക്കിടക മാസമാണ്, അതുകൊണ്ടാണ് കർക്കിടക ഫെസ്റ്റും കൂടി നമ്മളിവിടെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന മാസങ്ങളാണ് കർക്കിടകം എന്നുള്ളത്. അത് പണ്ട് കാലങ്ങളിൽ തന്നെ കർഷകർ അതുപോലെ തന്നെ ജനങ്ങളെല്ലാം തന്നെ ഈ മാസങ്ങളിലാണ് നമ്മൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നുകളായാലും അതുപോലെ തന്നെ പിന്നെ കഞ്ഞികൾ, പലതരം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് കഞ്ഞികളെല്ലാം ഉണ്ടാക്കി കുടിക്കുക. പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സനില P രാജ് അധ്യക്ഷത വഹിച്ചു. നാടിൻ്റെ രുചിയും ആരോഗ്യവും ഒരൊറ്റ വേദിയിൽ നടന്ന ഫെസ്റ്റിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കുടുംബശ്രീ വിഭവങ്ങൾ, പത്തിലത്തോരൻ, കർക്കിടകക്കഞ്ഞി എന്നിവയും ഒരുക്കിയിരുന്നു. കതിരൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബിന പോഷകാഹാര ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി കൗൺസിലർ രംന, അഗ്രികൾച്ചർ CRP ദിൽന, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി M സുഗതൻ എന്നിവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി എരഞ്ഞോളി വില്ലേജ് സമ്മേളനം കുടക്കളത്ത് നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം T ബാലൻ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം നൽകാൻ കഴിയുന്ന നല്ലൊരു വില്ലേജ് കമ്മിറ്റി തെരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. ആ നിലയ്ക്ക് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം പ്രവർത്തന റിപ്പോർട്ടും അതിന്റെ മേലെ നിന്ന് നടത്തുന്ന ചർച്ചയുമാണ്. തീർച്ചയായിട്ടും നല്ല നിലക്കുള്ള ചർച്ച നടത്തി പോരായ്മ കണ്ടെത്തി, തീർച്ചയായിട്ടും പോരായ്മകളുണ്ടാകും. പ്രവർത്തിക്കുന്നവർക്ക് പോരായ്മ സംഭവിക്കും. പോരായ്മ എന്താണെന്ന് കണ്ടെത്തി ആ പോരായ്മ പരിഹരിച്ച് കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുത്ത് നമുക്ക് പിരിയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹാർദമായി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ യൂണിയൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചത് 1968 പാലക്കാട് വെച്ച്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക ഉയർത്തൽ KSKTU വില്ലേജ് പ്രസിഡന്റ് PV ചന്ദ്രൻ നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ കനകൻ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു. PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
പ്രവർത്തന റിപ്പോർട്ട് വില്ലേജ് സെക്രട്ടറി ടി മനോജ് അവതരിപ്പിച്ചു. AC അംഗങ്ങളായ കണ്ഠ്യൻ ഷീബ, KM ഷാജി, സാവിത്രി, കാട്ടത്ത് പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് 80 വയസ്സ് പൂർത്തിയായ കർഷക തൊഴിലാളികളെ സമ്മേളനം ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ആരോപണത്തെ തുടർന്ന് അടച്ചിട്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റിന് കീഴിലെ വെൽഫെയർ സഹകരണ സംഘം ഓഫീസിൽ പോലീസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ നിക്ഷേപകരിൽ നിന്ന് പരാതികൾ ലഭിച്ച ആഴ്ചകൾ പിന്നിട്ട ശേഷം. ജനാധിപത്യത്തിന് മുന്നിൽ ഏത് ഭരണാധികാരിക്കും മുട്ടുമടക്കേണ്ടി വരുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൽഹി സമരവിജയമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ MLA. നാഥാപുരത്തെ സോഷ്യലിസ്റ്റ് നേതാവ് N കുഞ്ഞിരാമൻ മാസ്റ്ററുടെ 16ാം ജന്മവാർഷികം ആചരിച്ചു. അവാർഡുകളും അംഗീകാരങ്ങളും ഒരു കലാകാരന് വലിയ പ്രോത്സാഹനമാണെങ്കിലും ആരാധകരുടെ ഹൃദയങ്ങളിൽ കാലാതീതമായി നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരമെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. നടൻ ഇന്ദ്രൻസ് രചിച്ച ഇന്ദ്രധനുസ് പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ വലയിൽ. കൈക്കൂലി കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.